ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലേഹ്യമ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏട്ടന് പോകണ്ടായിരുന്നു, ദുഃഖ വെള്ളിയാഴ്ചയും കൂടായിരുന്നു. അപ്പം ആദ്യം നമ്മൾ നേരെ പോകുന്നത് ലീലയമ്മച്ചിയുടെ സുഖജിൻ്റെ വീട്ടിലോട്ടാണ്. അച്ചാമ്മയുടെ അനിയത്തിയാണ്. അപ്പോൾ അമ്മച്ചി കൊല്ലത്ത് തന്നെയാണ് താമസിക്കുന്നത്. വന്നിട്ട് ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇവരിവിടെ വീട് പണി നടക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അമ്മച്ചി അച്ഛനെ ഇങ്ങോട്ട് മാറി. പണി ഇനിയും നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ വരാൻ എനിക്ക് അറിയത്തതുമില്ല. എല്ലാവരും ഞാൻ അമ്മയും കൊണ്ട് വന്നപ്പോഴേ വരുമായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഏട്ടനെയും കൊണ്ട് വന്നതാണ്. മാർച്ച് മാസം ആയതുകൊണ്ട് ഏട്ടനാണെങ്കിൽ ലീവും ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇന്നാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്മച്ചി ടാങ്കൊക്കെ കലക്കി തരുവാണ്. അമ്മച്ചി അച്ഛന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചയുടെ കഞ്ഞി പള്ളിയിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും കുറേശ്ശെ കുടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ വരുമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ വരുമായിരുന്നേ. അത് കഴിഞ്ഞ് നമുക്കിനി മുണ്ടയ്ക്കലോട്ടൊക്കെ പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ പോന്നു. അപ്പോൾ ശ്രീമോൻ നല്ല ഇതായിട്ട് അതുവഴിയെല്ലാം ഓടി നടക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണേ. അപ്പോൾ അവിടെ വസ്തുവൊക്കെ വില എന്തുകൊണ്ടെന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവരിപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ പണി പൂർത്തിയായിട്ടില്ല, ഇനി അതിന് കുറേ പണികളൊക്കെ ഉണ്ട്. എങ്കിലും അമ്മച്ചനൊക്കെ ഇങ്ങനെ മാറിയതാണേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ചിന്നക്കടയ്ക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പള്ളിമുക്ക് ക്വിക്സേൽ ഒന്ന് കയറണമായിരുന്നു. കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അധികം പഴുക്കാത്ത മാങ്ങയൊക്കെ നോക്കി ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ തലേ ദിവസം ഞാനിവിടെ വന്ന് ഒരു 2-3 സൈസ് മാങ്ങ വാങ്ങിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതാണ് നല്ലത്, അതിലിഷ്ടപ്പെട്ടത് അമ്മയെ നമുക്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് വെറൈറ്റി 3-4 എണ്ണം വാങ്ങിച്ചത്. കഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഏതിനാ ടേസ്റ്റ് എന്നുള്ളത്. അങ്ങനെ അത് കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ട മാങ്ങ നമ്മൾ വന്ന് എടുക്കുവാണ്. 2-3 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഒരുപാട് പഴുക്കാത്ത നോക്കിയാണ് ഞാൻ ഞെക്കി നോക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രീമോൻ അതിലിരുന്നുകൊണ്ട് അതും ഇതും എല്ലാം പറക്കിയിടും. ബില്ലടിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങിക്കാത്ത കുറേ സാധനങ്ങൾ അതിനകത്ത് കാണും. ശ്രീമോൻ പറക്കിയിടുന്നത് നമ്മൾ ശ്രദ്ധിക്കത്തതുമില്ലേ. അപ്പോൾ അമ്മ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. അതുകൂടാതെ അമ്മ ഫോണും ചെയ്യുന്നുണ്ട് അമ്മയുടെ ഫോണിൽ. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോയിട്ടും അമ്മ വീഡിയോ മാറ്റി വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ സാധനം വാങ്ങിച്ചതെല്ലാം ബില്ലടിക്കാനായിട്ട് പോയി. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. മാങ്ങയും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാനായിട്ട് ലേസും എന്തൊക്കെ 2 ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കിനി ചിന്നക്കടയിൽ പോയിട്ട് വേണം വാങ്ങിക്കാൻ. 2-3 കടകളിൽ കയറാനുണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ കയറാനുണ്ട്. അങ്ങനെ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ മുണ്ടയ്ക്കലൊന്ന് പോകണം. അപ്പം അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചു, ഉച്ചയ്ക്കത്തുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം രാവിലത്തെ കഴിച്ചപ്പോൾ തന്നെ 11 മണി ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയതും. അപ്പോൾ അമ്മയ്ക്ക് കാജൽ എന്തോ വേണമായിരുന്നു, അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് നിന്നതാണ്. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ ബില്ലടിച്ചിട്ട് നേരെ പോവുകയാണേ. കാശിയൊന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു. ഏട്ടനും കാശി അച്ചുവും കൂടെ വണ്ടിയിൽ ഇരിക്കുവാണ്. നല്ല ചൂടുമല്ലയോ, അവർ AC ഇട്ട് ഇരിക്കുവാണെങ്കിൽ പോലും അവർക്ക് ചൂടായിരുന്നു. അതുകൊണ്ട് പിന്നെ അധിക സമയം നമ്മൾ കളയാതെ വേഗം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചെന്ന് ഞാൻ ഡിക്കി തട്ടിയപ്പോഴാണ് ഏട്ടൻ ഡിക്കി തുറന്നു തരുന്നത്. ലേഹ്യമ അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഏട്ടനോട് വീഡിയോ എടുക്കാൻ പറയുമ്പോഴത്തേക്ക് ഏട്ടൻ അറ്റവും മൂലയൊക്കെ എടുക്കത്തുള്ളൂ. ഇച്ചിരി എടുത്തിട്ട് ഏട്ടൻ അങ്ങ് നിർത്തും. അമ്മയാണെങ്കിൽ എന്തുമായാലും ഫോൺ കൊടുത്തപ്പോൾ തൊട്ട് ഞാൻ വാങ്ങിക്കുന്നത് വരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വാങ്ങിച്ച മാങ്ങയൊക്കെ ഒതുക്കി വണ്ടിയുടെ ബാക്കിലോട്ട് വെക്കുവാണ്. അങ്ങനെ വണ്ടിയിലോട്ട് കയറി. അങ്ങനെ നമ്മൾ നേരെ ഇനി പോകുന്ന അയ്യപ്പ ബാംഗിൾസിലോട്ടാണ്. അവിടെ ചെന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അവിടുന്ന് വാങ്ങിക്കണം. അത് കഴിഞ്ഞ് മഞ്ജു ഫാൻസി പോകണം. അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിക്കണം. അവിടെ ഇതൊന്നും കിട്ടാഞ്ഞിട്ടല്ല, അമ്മയാണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റേറ്റ് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് അമ്മയ്ക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് കയറിയതാണ്. ഇതിനിടയിൽ കൂടെ എനിക്ക് കുറച്ച് കുപ്പിവെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അനുമാമിൻ്റെ കടയിൽ പോയി ഓറഞ്ച് വെള്ളം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഭയങ്കര തിരക്കായിരുന്നേ. അങ്ങനെ നമ്മൾ കുപ്പിയിലാക്കി ഇങ്ങനെ വാങ്ങിച്ചു. അത് കുപ്പിയിലാക്കുമ്പോൾ എല്ലാവർക്കും കുടിക്കാമല്ലോ. ഏട്ടനൊക്കെ ആണെങ്കിൽ വേറെ പാർക്കിങ്ങിലായിരുന്നു കൊണ്ടിട്ടിരുന്നത്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ 1 വേ കയറി പിന്നെ വന്ന് ബ്രദേഴ്സിലോട്ടാണ് പിന്നെ വന്നത്. അപ്പം അവിടെ കിട്ടാത്ത കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ 3 കടകളിൽ കയറിയതിന് ശേഷം ഇവിടുന്ന് പിന്നെ എന്തുമായാലും വേറൊരു കമ്പനിയുടെ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് ഒരുമാതിരി ആവും കേട്ടോ. ഞാനിവിടെ അധികം കയറിയിട്ടില്ല ഈ കടയിൽ. അമ്മ വന്ന ഒരു ദിവസം ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നത് വാങ്ങിക്കാനായിട്ട്, ക്രീം എന്തോ വാങ്ങിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്നാണ് വരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ടെല്ലാം പോയി നോക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നേരത്തെ വരാഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ നേരത്തെ എത്തേണ്ടതായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ വന്ന് നമ്മുടെ ബീച്ച് റോഡിൻ്റെ അവിടെ നിന്ന് ഒരു ബേക്കറി കയറി കുറച്ച് ഐസ്ക്രീമും പപ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ മുണ്ടയ്ക്കലോട്ട് പോവാണ്. അപ്പോൾ ശ്രീമോൻ ഒരു ഐസ്ക്രീമൊക്കെ ആയിട്ട് ഇരിക്കുവാണ്, ബഹളം വെക്കുവാണ് അത് പൊട്ടിച്ച് കൊടുക്കാനായിട്ട്. ഞാൻ പൊട്ടിച്ച് കൊടുത്തില്ല, അദ്ദേഹം മൊത്തം ആക്കും ഇവൻ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മുണ്ടയ്ക്കലെത്തി. മുണ്ടയ്ക്കൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഇറങ്ങുവാണ്. അച്ചു വന്നിട്ട് അന്നേലും ഈ വട്ടം വന്നില്ലായിരുന്നു. റോഡ് പണി ആയതുകൊണ്ട് മൊത്തം കുത്തി ഇളക്കി ഇട്ടേക്കുമായിരുന്നു. വണ്ടി വാങ്ങിച്ചിട്ടും കൊണ്ട് കാണിക്കാനൊന്നും പറ്റിയില്ല, വഴി പഞ്ചറായിട്ട് കിടന്നതുകൊണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന കാര്യം പറയാനായിട്ടാണ് വന്നത്. അമ്മയും അച്ഛനും ഒക്കെ പോകുന്നതിൻ്റെ അന്ന് വൈകിട്ട് വരും എങ്കിൽ പോലും നമ്മളിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വന്ന ഉടനെ പൊടിവാവ ഉറക്കമായിരുന്നേ. നമ്മുടെ സംസാരം കേട്ടപ്പോൾ എന്തായാലും ഉണർന്നിട്ടുണ്ട്.
അപ്പോൾ രാവിലെ വരുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവിടെ എല്ലാം പോയിട്ട് വന്നപ്പോഴേ ഇത്രയും സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് എന്താ വരാഞ്ഞെന്നൊക്കെ അമ്മ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്തോ അതൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കുറേ സമയം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് നേരെ ആ വീട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കാശിയുടെ അല്ല ശ്രീമോൻ്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ 26-ാം തീയതി. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ശ്രീമോനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക, അപ്പോൾ നമുക്ക് സൈക്കിൾ വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വരാതെ നേരെ വീണ്ടും പള്ളിമുക്കിലോട്ട് തന്നെയാണ് പോകുന്നത്. കാശിയുടെ ബർത്ത്ഡേക്ക് കാശിക്ക് സൈക്കിൾ വാങ്ങിച്ച കടയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ ചേട്ടനും അനിയനും കൂടെ ഭയങ്കര വഴക്കായി അടി എല്ലാം ആയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ സ്നേഹിക്കുന്നതാണ്, അങ്ങനെയാണ് വഴക്കുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പള്ളിമുക്കെത്തി. പള്ളിമുക്കിലാണെങ്കിൽ ഈ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളല്ല ഈ സൈക്കിളൊക്കെ വാങ്ങിക്കുന്നത്. ഇപ്പോൾ 3 വട്ടം നമ്മളിവിടെ കയറി 3 പേർക്ക് സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രീമോൻ സൈക്കിൾ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് അപ്പുറത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ കടയിലോട്ട് വന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഇത് പിള്ളേരുടെ സൈക്കിളാണ്, മറ്റേ സേഫ്റ്റി ബെൽറ്റൊക്കെ ഉള്ളത് വേണമെന്നൊക്കെ പറഞ്ഞപ്പം ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെയാണെന്ന് പറഞ്ഞു. BTHO അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു കേട്ടോ. ഒരു കമ്പനിയുടെ സൈക്കിളാന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീമോനെ ഇരുത്തി നോക്കിയാണ് അളവൊക്കെ ആണോ എന്ന്. അപ്പോൾ അവൻ അതിലിരുന്നുകൊണ്ട് അപ്പുറം ഇപ്പുറം ഒക്കെ ഇരിക്കുന്ന വേറെ സൈക്കിൾ വേണമെന്നാണ് പറയുന്നത്. അവൻ ഈ സൈക്കിൾ വാങ്ങിച്ച ഉടനെ കാശിയോട് പറയുന്ന ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന സൈക്കിളിലൊക്കെ കയറി ഇരുന്നോളാൻ, അത് കാശിക്ക് എടുക്കാനായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലും നല്ല കളറൊക്കെ ആ മേളിൽ ഇരിക്കുന്ന കണ്ട് അതിനാണ് അത് വേണമെന്ന് പറയുന്നത്. പക്ഷേ അതിലൊന്നും ഇങ്ങനെ ബാക്കിൽ നമുക്ക് പിടിക്കുന്ന സേഫ്റ്റിയുടെ ഇതില്ലാത്തത് കൊണ്ട് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ ഈ റെഡും ബ്ലാക്കും കൂടെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എവിടെ ചെന്നാലും എന്ത് വാങ്ങിക്കാൻ പോയാലും എനിക്ക് റെഡ് കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. എൻ്റെ ഫേവറേറ്റ് കളർ റെഡ് ആയതുകൊണ്ട് എനിക്ക് അതേ ഇഷ്ടപ്പെടത്തുള്ളൂ. പിന്നെ ഇത് സൈക്കിൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. ഈ കളർ നല്ലതായിരുന്നു, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ സൈക്കിൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ വണ്ടി പാർക്ക് ചെയ്തിടത്തോട്ട് പോവുകയാണെങ്കിൽ വണ്ടി വെക്കാൻ. അപ്പോൾ വണ്ടി വെച്ചതിൻ്റെയാണ് കരച്ചിലിത്. അപ്പോൾ അവനാണെങ്കിൽ വണ്ടി കയറണം, അതിൻ്റെ ബഹളമാണ്. അപ്പോൾ ഞാൻ പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ അവനെങ്കിൽ ബാക്കിലോട്ട് എടുത്തു. അങ്ങനെ പിന്നെ ഡിക്കിയിലോട്ട് നോക്കിയിരിക്കുമായിരുന്നേ വീട് വരെ. എങ്ങനെയും ആ സൈക്കിളിലൊന്ന് കയറിയാൽ മതി എന്നുള്ള ഒരു ഇതിലിരിക്കുവാണ്. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അത് അവന് വാങ്ങിച്ചതെന്ന് അവന് മനസ്സിലായതുകൊണ്ട് തന്നെ ഭയങ്കര നിർബന്ധമായിരുന്നു ആ സൈക്കിളിൽ കയറുന്നത് വരെ. അതുവരെ കുഞ്ഞ് കരഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സൈക്കിൾ ഇറക്കിയപ്പോഴും അവന് ബഹളമാണ്, അത് റോഡിൽ വെച്ച് തന്നെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ വന്നപ്പോൾ തന്നെ റോഡിൽ ഇറക്കിയില്ല, നല്ല വെയിലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് വീട്ടിലകത്ത് വെച്ച് കുറച്ച് സമയം ഓടിപ്പിച്ചിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അകത്ത് കൊണ്ടുവന്നിട്ട് അച്ചു അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ ബാക്കിലെ സാധനമൊക്കെ ഊരി വെച്ചേക്കുമായിരുന്നു. വണ്ടി നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തില്ലായിരുന്നേ. അങ്ങനെ പിന്നെ അച്ചു അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ശ്രീമോനെ അത് കയറ്റിയിരുത്തി കുറച്ച് സമയമൊക്കെ അകത്തൂടെ വെച്ച് തന്നെ ഇട്ട് റൗണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈക്കിൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇവനൊന്ന് മയങ്ങി വന്നതായിരുന്നു. സൈക്കിൾ വാങ്ങിച്ചതിന് ശേഷം അവന് ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നത്തെ ദിവസം ഇപ്പോൾ വരെ അവൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ വണ്ടിയല്ല സൈക്കിൾ ഓടിപ്പിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ സൈക്കിളും കൊണ്ട് ഞാൻ ഓടിപ്പിക്കാൻ തുടങ്ങി. അതെനിക്കൊരു പണിയായിപ്പോയി. പിന്നെ ഒരു തരത്തിൽ അവൻ നിർത്താൻ സമ്മതിക്കുന്നില്ല. വണ്ടി നിർത്തുന്ന ഉടനെ ഭയങ്കര കരച്ചിൽ. ഏഴിനൊക്കെ ആണെങ്കിൽ കഴിച്ചിട്ട് പോയി കിടക്കുകയും ചെയ്തു. രാവിലെ തൊട്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് ചൂടുമില്ലേ. അങ്ങനെ ഏഴിനൊക്കെ ഞാൻ കിടക്കാൻ പോയി. അച്ചു പോയി കിടന്നു കഴിച്ചിട്ട്. അങ്ങനെ പിന്നെ ഞാൻ കുറേ സമയം ഇങ്ങനെ ശ്രീമോനെയും വെച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലോങ് വീഡിയോസ് ഇപ്പോൾ ഇടാത്തതിൻ്റെ മെയിൻ കാര്യം ഞാൻ പറയില്ല, അമ്മ പോകുന്നതിൻ്റെ തിരക്കുകളാണ്. ഇതിനും എല്ലാം പോകുന്നത് കൊണ്ട് എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മ ഞായറാഴ്ച പോവും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീഡിയോസും ഞാൻ ഉടനെ ഇടുന്നതായിരിക്കുമേ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.